സച്ചിദാനന്ദനെ അന്വയിപ്പിക്കാൻ CPM നീക്കം. പാർട്ടിക്കെതിരായ സാംസ്കാരിക നേതാക്കളുടെ പ്രതികരണങ്ങളോട് കരുതലോടെ നീങ്ങാൻ CPM. അനാവശ്യ പ്രതികരണങ്ങൾ നടത്തി വിഷയം വഷളാക്കേണ്ട എന്നാണ് നിലപാട്. അതേസമയം CPM-നെ വിമർശിച്ച എഴുത്തുകാരൻ സച്ചിദാനന്ദനെ അന്വയിപ്പിക്കാൻ തൃശൂർ ജില്ലാ സെക്രട്ടറി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടെ CPM-ൽ ഉൾപാർട്ടി വിമർശനങ്ങൾ വളരെ കുറവാണ്. അതിലും വളരെ കുറവാണ് സാംസ്കാരിക നായകരും പാർട്ടിയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അതിന് പല കാരണങ്ങളും ഉണ്ട്. CPM-നകത്തും പുറത്തും പലരും പറയാത്ത കാര്യങ്ങൾ സച്ചിദാനന്ദൻ തുറന്നടിച്ചു. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം, ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് കാരണമാകാനുള്ള ഇടയുണ്ട്. എന്നാൽ സച്ചിദാനന്ദന്റെ വായടപ്പിച്ചാലും വിമർശനങ്ങൾ മാലപ്പടക്കം പോലെ പൊട്ടുമെന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. അതിനാൽ കരുതലോടെയാണ് നീക്കം. അനാവശ്യ പ്രതികരണത്തിനോ പ്രകോപനത്തിനോ CPM ഇല്ല. സമവായമാണ് വഴി. എഴുത്തുകാരൻ സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനുള്ള ചുമതല CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിനാണ്. അരണാട്ടുകരയിലെ സച്ചിദാനന്ദന്റെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുത്തു എന്ന അർത്ഥത്തിൽ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹവുമായി ഞാനും അശോകൻ ചെരുവിലും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യം. തുടർഭരണ ലക്ഷ്യത്തിലൂന്നി ഇടതുപക്ഷം പ്രചാരണം ശക്തമാക്കുമ്പോൾ വിമർശനങ്ങൾക്ക് നേരെ കാതടക്കില്ല, കാതു തുറക്കും ഇടതുമുന്നണി. സച്ചുമാഷ പോലുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങളതിനെ അഗൗരവത്തിൽ കാണും. അതിന്റെ പേരിൽ സച്ചുമാഷ് LDF യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. തുടർഭരണം പാർട്ടിയെ ദുർബലമാക്കിയെന്ന വിമർശനം പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. അത് പരോക്ഷമായി തുറന്നടിക്കുന്നുണ്ട് തോമസ് ഐസക്. ഇങ്ങനെ തുടർഭരണം ഉണ്ടാവുമ്പോൾ അതിൻ്റെ പ്രയാസങ്ങളും ഉണ്ടാവാം, അപജയങ്ങളുണ്ടാവാം. അതേ രണ്ടാം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം തന്നെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. എങ്ങനെ അപകടമുണ്ട്, ജാഗ്രത പ്രവർത്തനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉണ്ടായ ഗൃഹസന്ദർശനമടക്കം തിരുത്തൽ നടപടികൾ ഫലം കണ്ടില്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. വികസന മുന്നേറ്റ ജാഥയ്ക്ക് പിന്നാലെ ചേരുന്ന യോഗത്തിൽ പുതിയ മാർഗരേഖകൾ CPM രൂപീകരിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.